അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മനോട് ചോദിച്ചാൽ അറിയാം. രാത്രി എവിടെങ്കിലും ഒന്ന് പോയിട്ട് വൈകി വരികയാണ്, ആ സമയത്ത് ഞാൻ പോകും എൻ്റെ മോളേക്ക്. അത് 10 മണി ആയിക്കോട്ടെ, 11 മണി ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, രാത്രി പോകും. അതൊരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ പോകും. കാരണം ഇന്നും എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മോളിനോട് ഓരോ കാര്യങ്ങൾ പറയും. പ്രാവശ്യം കോടതിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിനോള് ഞങ്ങളെ കണ്ടിട്ട് അടുത്തേക്ക് വന്നതാണ്. അന്നപ്പം ഞാൻ അവളോട് പറഞ്ഞിക്ക് എൻ്റെ മോൾ അതേ അവസ്ഥ അണക്കും വരും, ഒരു സമയത്ത് അണക്ക് എന്തായാലും വരും, മെനാസിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും അണക്ക് വരും. അങ്ങനെ ഒരു രണ്ടാളും കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ കൊണ്ടൊക്കെ എന്താ പറയുക, പുറത്ത് പറയാൻ പറ്റാത്ത എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അങ്ങനത്തെ ഈ കാലം വരെ അങ്ങനത്തെ യാതൊരു ഇതിനും നമ്മൾ പോകേണ്ട ഒരു, എന്നാലും ഞാൻ ഓരോ വീട്ടിൽ പണിക്ക് പോയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എത്രയോ മേനാസ് നിന്നിക്ക്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ പാറിപ്പറന്ന് നടന്ന 2 ജോഡികളായിരുന്നു റിഫയും അതുപോലെ തന്നെ മെഹനാസും. ആ റിഫയുടെ മരണം ആ പിതാവിനെയും കുടുംബത്തെയും ചില്ലറയൊന്നുമല്ല തളർത്തിക്കളഞ്ഞത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നും റിഫയുടെ ഉപ്പ ആ മരണത്തിൽ നിന്ന് മോചിതനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. രാത്രി പണി കഴിഞ്ഞ് 10 മണിയായാലും 12 മണിയായാലും ഇനി 1 മണി ആയാലും തൻ്റെ മകളുടെ കബറിന് പുറത്ത് പോയിട്ട് മകളോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ആ ഉപ്പ തിരിച്ച് വീട്ടിലേക്ക് വരാറുള്ളൂ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നത്തേക്ക് റിഫ മരിച്ചിട്ട് 4 വർഷം പിന്നിടുകയാണ്. ഇപ്പോഴും ആ വാപ്പയും മകളും തമ്മിലുള്ള ഒരു ആത്മബന്ധം എത്രമാത്രം ദൃഢമാണ് എന്ന് ആ ഉപ്പയുടെ ഇന്നത്തെ ഇൻ്റർവ്യൂവിലെ വാക്കുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ ഉപ്പ പറഞ്ഞ വാക്കുകൾ ഇപ്രകാരമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഉമ്മനോട് ചോദിച്ചാൽ അറിയാം. രാത്രി എവിടെങ്കിലും ഒന്ന് പോയിട്ട് വൈകി വരികയാണ്, ആ സമയത്ത് ഞാൻ പോകും എൻ്റെ മോളേക്ക്. അത് 10 മണി ആയിക്കോട്ടെ, 11 മണി ആയിക്കോട്ടെ, 12 മണി ആയിക്കോട്ടെ, രാത്രി പോകും. അതൊരു ദിവസം പോലും ഒഴിവാക്കാതെ ഞാൻ പോകും. കാരണം ഇന്നും എൻ്റെ മോളിൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ മോളിനോട് ഓരോ കാര്യങ്ങൾ പറയും. ഞാൻ ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയി. അതെനിക്ക് എൻ്റെ മോളും എൻ്റെ പടച്ചോനും എനിക്ക് കാട്ടിത്തന്നു. ഈ സഫ അല്ല, റിഫാണത്, എൻ്റെ മോളാണത്. കാരണം എൻ്റെ മോൾ എന്താണോ പറഞ്ഞത് അതാണ് ഇന്ന് സഫ പറഞ്ഞത്. എൻ്റെ മോൾ എന്താണോ അനുഭവിച്ചത് അതാണ് ഇന്ന് സഫ അനുഭവിച്ചത്. അപ്പോൾ ഈ 4 കൊല്ലം കാത്തു നിന്നതിന് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞ്, കാരണം ഇവർക്കൊന്നും ശരിക്കും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടാളും പറഞ്ഞിരിക്കുന്നു. ഈ മോനെ പറ്റി, റിജുവിനെ പറ്റിയിട്ട്, ഇവളെ പറ്റിയിട്ട്, എന്നെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ കാറിനെ പറ്റി എല്ലാം പറഞ്ഞു. അത് എന്താ പറയുക, അതൊക്കെ കേട്ടിട്ട് ഓരോരുത്തരും ഇങ്ങനെ വിളിക്കും, ഇതെന്താ പറയുന്നത്, എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്, എന്താ പറയാത്തത്. അപ്പോഴും ഞാൻ പറയും, ഞാൻ ഇവരോട് പറയും, പറയുന്നവർ പറയട്ടെ. ഇതിനൊക്കത്തിന് നമുക്കൊരു സമയം വരും. ആ സമയത്ത് നമുക്കത് തിരിച്ച് പറയാം, തിരിച്ച് ചോദിക്കാം. പക്ഷേ ഇപ്പോഴും എന്താ പറയുക, ഈ സഫനെ കണ്ടിട്ടോ അല്ലെങ്കിൽ വിളിച്ചിട്ടോ എനിക്ക് ചോദിക്കാം. കാരണം ഈ സഫനോട് ഞങ്ങൾ കോടതിയിൽ വെച്ചിട്ട് ഞാനും വിളും മറ്റേ പോക്സോ കേസിന് വന്ന സമയത്ത് എൻ്റെ അടുത്തേക്ക് ഉപ്പ എന്ന് വിളിച്ച് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മോൾ ആരാന്നോ എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരാളെ പറ്റിയിട്ട് ഇനി ഇല്ലാത്ത കഥകൾ പറയാൻ നിൽക്കരുത്. അപ്പോൾ ഉപ്പ പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും. ഈ റിഫയുടെ മരണശേഷം ആ റിഫയുടെ കബറിൻ്റെ ഫോട്ടോ ആരോ എടുത്ത് ഇൻസ്റ്റഗ്രാമിലെല്ലാം പോസ്റ്റ് ചെയ്തിരുന്നു. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നു, ഇന്നും ഒരു പൊടി പോലും ആ കബറിൻ്റെ മുഖത്ത് വീഴാതെ സൂക്ഷിച്ച് നടത്തുന്ന ഒരാളാണ് നമ്മുടെ റിഫയുടെ ഉപ്പ. അത്രമാത്രം റിഫയും അതുപോലെ തന്നെ ഉപ്പയും തമ്മിൽ അടുത്തിരുന്നു. നമ്മളെല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പെൺകുട്ടികൾക്ക് വാപ്പയോട് ഒരല്പം സ്നേഹം കൂടുതലാണ് എന്ന്. ശരിക്കും അത് സത്യമാണ് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് റിഫയും അതുപോലെ തന്നെ ഉപ്പയും തമ്മിലുള്ള ഈ സ്നേഹബന്ധം. ഒരു സമയത്ത് നമ്മുടെ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ഉപ്പ കോടതിയിൽ പോയ സമയത്ത് സഫയെ കണ്ടപ്പോൾ ഈ പിതാവ് സഫയോട് പറഞ്ഞിരുന്നു, ഒരിക്കലും നീ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്, നിനക്ക് റിഫയെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഉപ്പ ഒരു മകളോടെന്ന പോലെ സഫയെ തിരുത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോഴൊന്നും നമ്മുടെ സഫ അത് കേട്ടിരുന്നില്ല. ഇൻ്റർവ്യൂവിൽ വന്നുകൊണ്ട് അതുപോലെ തന്നെ സഫയും മെഹനാസും കൂടി വളരെ മോശകരമായ രീതിയിൽ ഈ ഉപ്പയെക്കുറിച്ചും അതുപോലെ തന്നെ ഉപ്പയുടെ പത്നിയായ നമ്മുടെ റിഫയുടെ ഉമ്മയെക്കുറിച്ചും വളരെ മോശകരമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന കാര്യങ്ങൾ വരെ ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞ താരങ്ങളാണ് ഇവർ. തീർച്ചയായിട്ടും ആ ഉമ്മയ്ക്കും ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത്, നമുക്കതുകൂടി കേൾക്കാം. പ്രാവശ്യം കോടതിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിനോള് ഞങ്ങളെ കണ്ടിട്ട് അടുത്തേക്ക് വന്നതാണ്. അന്നപ്പം ഞാൻ അവളോട് പറഞ്ഞിക്ക് എൻ്റെ മോൾ അതേ അവസ്ഥ അണക്കും വരും, ഒരു സമയത്ത് അണക്ക് എന്തായാലും വരും, മെനാസിൻ്റെ സ്വഭാവം വെച്ചിട്ട് എന്തായാലും അണക്ക് വരും. അങ്ങനെ അപ്പോൾ അന്ന്
ഒരു സമയത്ത് ഇങ്ങി വരേണ്ടി വരും ഞങ്ങളേരിയത്ത്, അന്ന് ഇങ്ങി വാ, അന്ന് എനിക്ക് മോനെയും കാണിച്ചരാ, ഇങ്ങി വരാണ്ടിന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവശ്യം ഓളിന്നെ വിളിച്ചിരുന്നു, ഫോണിൽ വിളിച്ചിരുന്നു. അപ്പോൾ എനിക്ക് നമ്പർ അറിയാത്തൊരു നമ്പർ ആയതുകൊണ്ട് ഞാൻ എടുത്ത്. അപ്പോൾ ഓളിനോട് ഫസ്റ്റ് തന്നെ പറഞ്ഞ സലാം പറഞ്ഞ് ഞാൻ സലാം അടക്കി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഉമ്മക്ക് ദേഷ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ ആരോടും ദേഷ്യമുള്ള ഒരാൾ എന്നെ വിളിക്കാനില്ലാന്ന്. അപ്പം പറഞ്ഞ് ഞാനാണ് സഫ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ പെട്ടെന്ന് എന്താ പറയുക, ഓളെ ഒരു ഇത് കണ്ടപ്പോൾ എന്താ പറയേണ്ടതെന്നുള്ള അപ്പം പറഞ്ഞു എനിക്കൊന്ന് നിങ്ങളെ വീട്ടിലേക്ക് വരണ്ടീനു, സാനുമോനെ കാണാനാണ്, അപ്പോൾ വരട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം വിളിച്ചിരുന്നു. അന്നും ഞാൻ പറഞ്ഞു ഒരു ദിവസം വരൂ, ഇതിനൊക്കെ ഇങ്ങി സമാധാനം പറഞ്ഞിട്ടൊരു ദിവസം വരൂ, അന്നിങ്ങി വാ ഞങ്ങളെ വീട്ടിലേക്ക്, എനിക്ക് മോനെ കാണിച്ചും തരും. അങ്ങനെ ഞാൻ അവളോട് പറഞ്ഞു. ഇപ്പം അതേ ഇത് തിരിച്ച് വന്ന് ഞങ്ങൾ പറഞ്ഞ എല്ലാതും 4 കൊല്ലമായി ഞങ്ങളെ മോള് പോയിട്ട്. അപ്പോൾ ഈ 4 കൊല്ലം ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ പകലൊക്കെ ഒറ്റക്ക ഉണ്ടാകുക. സാനുമോൻ സ്കൂൾ പോവും, ഇപ്പോൾ പോവും, റിജു പോവും. അപ്പോൾ എൻ്റെ അവസ്ഥ ശരിക്കും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഇത് വരും. പിന്നെ പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചപ്പം ഈ താമസിക്കുന്ന വീട് മോള് സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ താമസിച്ച വീടാണ്. അപ്പോൾ ആ ഒരു ഇത് ഓളും ഇവിടെ ഉണ്ടെന്നും ചിരിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് ഇതാണ്. അങ്ങനത്തെ ഞങ്ങളെ കൊണ്ടാണ് ഓല് രണ്ടാളും കൂടി സോഷ്യൽ മീഡിയയിൽ വന്ന് എന്നെ കൊണ്ടൊക്കെ എന്താ പറയുക, പുറത്ത് പറയാൻ പറ്റാത്ത, എല്ലാവരും കേട്ടിട്ടുണ്ടാവും അങ്ങനത്തെ. ഈ കാലം വരെ അങ്ങനത്തെ യാതൊരു ഇതിനും നമ്മൾ പോകേണ്ട ഒരു, എന്നാലും ഞാൻ ഓരോ വീട്ടിൽ പണിക്ക് പോയിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് എത്രയോ മേനാസ് നിന്നിക്ക്. അപ്പോൾ അത് ഉമ്മയും പറയുന്നത് മറ്റൊന്നുമല്ല, 2 പ്രാവശ്യത്തോളം സഫ ഈ ഉമ്മയെ ബന്ധപ്പെടുകയും ഫോണിലും അല്ലാതെയും നേരിട്ടും എല്ലാം പറഞ്ഞിരുന്നു. എനിക്ക് നമ്മുടെ മെഹനാസിൻ്റെ ആദ്യത്തെ റിഫയിലുള്ള മകനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ സമയത്ത് ഉമ്മ പറഞ്ഞിരുന്നു, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് ഒരു കാലത്ത് നിനക്ക് മനസ്സിലാവും, ആ സമയത്ത് തീർച്ചയായിട്ടും നീ വാ, അന്ന് നിനക്ക് മകനെയും കാണിച്ചു തരാം, ഞങ്ങൾ എന്താണ് അനുഭവിച്ചത് എന്ന് അന്ന് നിനക്ക് മനസ്സിലാവുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ഉമ്മ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. എന്താണോ റിഫ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ചത്, അതേ വേദന അല്ലെങ്കിൽ അതേ യാതന അത് തന്നെയാണ് സഫ ഇപ്പോൾ മെഹനാസിൽ നിന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഉപ്പയും അതുപോലെ തന്നെ ഉമ്മയും ഇന്ന് നമ്മോട് പറയുന്നത്. ആ മകളുടെ വേദന ഇന്ന് സഫയിൽ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. സഫ എന്ന് പറയുന്നത് എൻ്റെ മകളാണ് എന്നാണ് റിഫയുടെ ഉപ്പ പറയുന്നത്. ഒരു കാരണവശാലും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും, ആ ഉപ്പയ്ക്ക് സഫയോട് ഒരു അല്പം പോലും ദേഷ്യമില്ല. എൻ്റെ മകളാണ് അത് എന്നാണ് പറയുന്നത്. അന്ന് മകൾ അനുഭവിച്ചത് ഇന്ന് സഫ അനുഭവിക്കുന്നു. ഇത് പുറം ലോകം അറിഞ്ഞതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് എന്ന രീതിയിലാണ് ഉപ്പ പറഞ്ഞു വെക്കുന്നത്. പിന്നെ പറഞ്ഞിരുന്നു, നിനക്ക് മകനെ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാലം, തീർച്ചയായിട്ടും ആ ഒരു സമയം നമുക്ക് കൊണ്ടുത്തരും, അന്ന് നമുക്ക് കാണാമെന്നാണ് ആ ഉമ്മ സഫയ്ക്ക് മറുപടി കൊടുത്തത്. പിന്നെ മോശകരമായ രീതിയിൽ ആ ഉമ്മയെ ചുറ്റിപ്പറ്റി മറ്റ് നമ്മൾ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മെഹനാസ് ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒക്കെ ആദ്യം കാണുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ ഉമ്മ വളരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് പറയുകയാണ്, അത്തരത്തിൽപ്പെട്ട ഒരു വൃത്തികെട്ട ജോലിക്ക് പോകേണ്ട ഒരവസ്ഥ എനിക്കോ എൻ്റെ കുടുംബത്തിൽ ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് നയിച്ച് കൊണ്ടുവന്ന പണം ഉപയോഗിച്ചുകൊണ്ട് മെഹനാസും ഒരുപാട് ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട് എന്ന് ഉമ്മ പറയുകയാണ്. എത്രമാത്രം സങ്കടകരമാണ് എന്ന് നിങ്ങൾ ആലോചിക്കണം. 4 വർഷത്തിന് ഇപ്പുറവും ഈ റിഫയുടെ കേസിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇതിന് മുമ്പേ ഡിവൈ ഓഫീസിൽ പോയ വാപ്പയോട് എഴുതി ഒപ്പിട്ട് കൊടുക്കാനാണ് പറഞ്ഞത്. കാരണം ദുബായ് കേസ് അന്വേഷിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് ഉപ്പയോട് എഴുതി കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഉപ്പ അതിൽ ഇതുവരെ ഒപ്പെഴുതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്, സൈൻ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം എൻ്റെ മകളുടെ മരണത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഉപ്പയാണ് ഈ റിഫയുടെ ഉപ്പ. ഏതായാലും ആ ഒരു മരണപ്പെട്ട സമയത്ത് നമ്മുടെ ദുബായിൽ പോയതിന് ശേഷം ആ റൂം സന്ദർശിച്ച നമ്മുടെ റിഫയുടെ വക്കീൽ എന്താണ് പറയുന്നത് നമുക്കതുകൂടി കേൾക്കാം. സൂയിസൈഡിൽ അയാൾക്ക് പങ്കുണ്ട് എന്ന് തെളിയിച്ചത് കൊണ്ടാണ് അയാൾ ജയിലിൽ കിടന്നത്. സാധാരണ ഒരു 498 കേസ് മാത്രമാണെങ്കിൽ സാധാ ബെയിൽ കൊടുക്കുമല്ലോ. ഇത് ഹൈക്കോടതിയിൽ ജാമ്യം തള്ളിയിട്ടുണ്ട്, ആൾ ജയിലിൽ കടന്നിട്ടുണ്ട്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്തു. പക്ഷെ എന്നാലും നമ്മളതിൽ ഞാൻ ദുബായിൽ പോയി ഞാൻ ആ റൂം കണ്ടു. ഞാൻ ആ റൂം കണ്ട സമയത്ത് അവിടെ ഒന്നാമത് ഉക്കില്ല, മേലെ തൂങ്ങണമെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് വേണം. ഫാനില്ല ആ റൂമിൽ. പിന്നെ അതുകൂടാതെ തന്നെ റൂഫ് കുറച്ചും കൂടി സാധാ നോർമൽ ഹൈറ്റ് അല്ല.
ഹൈറ്റ് കുറച്ചുകൂടി കൂടുതലാണ്. റിഫനെ സംബന്ധിച്ചോളം വളരെ ഹൈറ്റ് കുറവാണ്. ഒരു സാധാ ബെഡ് നിന്ന് കഴിഞ്ഞാൽ മുകളിലേക്ക് ഒരു രീതിയിലും തൂങ്ങാൻ പറ്റില്ല. ഇനി സ്റ്റൂൾ വെച്ച് കയറിയാൽ തന്നെ ഒരു സാധാരണ ഹൈറ്റിൽ ഒരാൾക്ക് എത്താൻ പറ്റില്ല. അല്ല വക്കീൽ, ഈ സംഭവങ്ങളൊക്കെ തന്നെ ആയിരുന്നല്ലോ നമ്മൾ ഇത് ആത്മഹത്യ ആണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് നമ്മൾ പോകാനുള്ള കാരണം ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇത് ആത്മഹത്യ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ പറഞ്ഞല്ലോ ഇത് സൂയിസൈഡ് ഇത് മേർഡർ ആണെന്നോ സൂയിസൈഡ് ആണെന്നോ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അവർ സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അപ്പോൾ ആ വക്കീൽ പറഞ്ഞത് നിങ്ങൾ കേട്ടു കാണും. യാതൊരു കാരണവശാലും അവിടെ ഒരു ഹൂക്ക് പോലും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു കയറെടുത്ത് തൂങ്ങാൻ ഹൂക്ക് പോലും അവിടെ ഇല്ല, ഫാൻ പോലും അവിടെ ഇല്ല. പിന്നെ ഒരു കസാല ഇട്ട് കയറിയാൽ പോലും അതിൻ്റെ മുകളിലേക്ക് എത്തുകയില്ല. അത്രയും ഹൈറ്റിലാണ് അതിൻ്റെ സീലിംഗ് ഉള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് റിഫ മരിച്ചത്? ഇപ്പോഴും നമ്മുടെ കാണാമറയത്ത് തുടരുകയാണ്. ഒരു അജ്ഞാതമായിട്ട് എന്ത് കാരണം കൊണ്ടാണ് റിഫ മരിച്ചത് എന്ന് ഇന്ന് പോലും നമ്മുടെ പോലീസിന് കണ്ടെത്താനോ അത് അന്വേഷിക്കാനോ പോലും പോലീസ് ഇപ്പോഴും തയ്യാറല്ല എന്നുള്ളതാണ്. 4 വർഷം കഴിഞ്ഞിട്ടും അത് ഇപ്പോഴും അങ്ങനെ അടിയിൽ കിടക്കുന്ന ഒരു കേസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തീർച്ചയായിട്ടും ഇവർ ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് അവർ പുതിയൊരു ഇൻ്റർവ്യൂവുമായിട്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ശബ്ദങ്ങൾ ഉയർന്നു വരികയും ചെയ്യണം. എന്നാൽ മാത്രമേ ഈ ഒരു കുടുംബത്തിന് നീതി കിട്ടുകയുള്ളൂ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്? നിങ്ങളത് കമൻറ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ റിഫയുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും ആ മരണത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഒരു റിക്കവർ ഉണ്ടായി വരാനും തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ അവർക്ക് മനസ്സും അതുപോലെ തന്നെ ക്ഷമയും കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ റിഫയുടെ മരണാനന്തര ജീവിതം തീർച്ചയായിട്ടും പടച്ച തമ്പുരാൻ സുഖമാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.